Today I am going to discuss about Nobel Banquet speech by Pirandello. So this is a part of second sum AC English. സോ പിരാൻഡലോനെ പറ്റി നോക്കാം. 1867 തൊട്ടിട്ട് 1936 വരെയാണ് പിരാൻഡലോൻ്റെ ഒരു കാലഘട്ടം. ഒരു ഇറ്റാലിയൻ പ്ലേ റൈറ്റ്, നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, ആ രീതിയിലൊക്കെ പിരാൻഡല്ലോ അറിയപ്പെടുന്നു. അതേപോലെ വിന്നർ ഓഫ് 1934 നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ, 1934 നൊബേൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ് മാൽ ജിയോകോണ്ടോ, 1899 പബ്ലിഷ്ഡ് ആയതാണ്. ഇതൊരു പോയറ്റിക് വർക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് പ്ലേ ആണ് 6 ക്യാരക്ടേഴ്സ് ഇൻ സെർച്ച് ഓഫ് ആൻ ഓതർ. പിന്നെ പിരാൻഡലോ ചേഞ്ച്ഡ് ദ വേ സ്റ്റോറീസ് വർ ടോൾഡ് ഓൺ സ്റ്റേജ്, മേക്കിംഗ് ഓഡിയൻസ് തിങ്ക് ഡീപ്ലി അബൌട്ട് ഹ്യൂമൻ നേച്ചർ ആൻഡ് ട്രൂത്ത്. സാധാരണ ആൾക്കാർ സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യുന്നതിനേക്കാൾ അതേപോലെ അല്ല, ഒരു ഡിഫറെൻറ്റ് വേ ഓഫ് നറേഷനാണ് യൂസ് ചെയ്യാറ്, സ്റ്റേജ് പ്രസൻറ്റേഷനാണ് യൂസ് ചെയ്യാറ്. അതേപോലെ ഓഡിയൻസിന് കാണുന്നവർക്ക് അബൌട്ട് ഹ്യൂമൻ നേച്ചർ, ട്രൂത്ത്, അങ്ങനത്തെ കുറേ റിയാലിറ്റീസ് അതിനെപ്പറ്റി റീതിങ്ക് ചെയ്യാൻ ഒരു അവസരം കൂടി പിരാൻഡലോ തൻ്റെ സ്റ്റോറീസിലൂടെ ഒരുക്കുന്നു. ലൂഗി പിരാൻഡലോസ് സ്പീച്ച് വാസ് ഡെലിവേർഡ് ഇൻ സ്റ്റോക്ക്ഹോം ഓൺ December 10, 1934. സ്റ്റോക്ക്ഹോമിൽ December 10, 1934 ആ ഒരു സമയത്താണ് പിരാൻഡലോ തൻ്റെ സ്പീച്ച് ഡെലിവേർഡ് ആയത്, അതായത് സ്പീച്ച് അവിടെ സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്തത്. ദിസ് റിഫ്ലെക്ട്സ് ഹിസ് ഡീപ്പ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ റിസീവിങ് ദ നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. അപ്പോൾ തുടക്കത്തിലെ തന്നെ ആ നൊബേൽ പ്രൈസ് കിട്ടിയതിന് ശേഷം തന്നെ, അതായത് ഒരു ഡീപ്പ് ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ ആ ഒരു സ്പീച്ചിൽ ഉണ്ടായിരുന്നു. ഹിയർ പിരാൻഡലോ താങ്ക്സ് ദ സ്വീഡിഷ് കിങ് ഫോർ അവാർഡിങ് ഹിം ദ നൊബേൽ പ്രൈസ്. അപ്പോൾ ആദ്യമേ തന്നെ സ്വീഡിഷ് അതോറിറ്റി സ്വീഡിഷ് കിങ്ങിനോട് നന്ദി പറയുകയാണ് ചെയ്യുന്നത്. ഹി ഓൾസോ എക്സ്പ്രസസ് ഡീപ്പ് റെസ്പെക്റ്റ് ഫോർ റോയൽ സ്വീഡിഷ് അക്കാദമി ഫോർ റെക്കഗ്നൈസിങ് ഹിസ് വർക്ക്. തൻ്റെ വർക്ക്സ് റെക്കഗ്നൈസ് ചെയ്ത റോയൽ സ്വീഡിഷ് അക്കാദമിനോടും അതേപോലെ റീഡേഴ്സിനോടും എല്ലാവരോടും ഒരു ഡീപ്പ് റെസ്പെക്റ്റ് ആൻഡ് താങ്ക്സ് അവിടെ രേഖപ്പെടുത്തുകയാണ്. He feels honored to be a part of banquet and appreciates the kindness and hospitality shown to him. അപ്പോൾ ഈ ഒരു ബാങ്ക്വറ്റ് അതിൻ്റെ ഒരു പാർട്ടാക്കാനായിട്ട് തന്നെ ക്ഷണിച്ചതിൽ ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നോട് കാണിച്ച കൈൻഡ്നെസ്, ഹോസ്പിറ്റാലിറ്റി, അതിനോടെല്ലാത്തിനോടും നന്ദി പറയുകയാണ്. ഹി ഡിസ്ക്രൈബ്സ് ദ ഇവൻറ്റ് ആസ് പെർഫെക്റ്റ് എൻഡിങ് ടു എ മെമ്മറബിൾ ഡേ. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഡേ, ആ ഒരു പെർട്ടിക്കുലർ ഇവൻറ്റ് അതെന്നും ഓർത്തിരിക്കാൻ പാകത്തിനൊരു ദിവസം ആയിരിക്കും എന്ന് പിരാൻഡലോ പറയാണ്. നെക്സ്റ്റ്, Pirandello believes his success as a writer came from learning through real life experiences, not just formal education. അപ്പോൾ പിരാൻഡലോനെ സംബന്ധിച്ചിടത്തോളം ഒരു റൈറ്റർ എന്ന രീതിയിൽ തന്നെ സക്സസ് ആക്കി മാറ്റിയതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് തനിക്ക് കിട്ടിയ ഫോർമൽ എഡ്യൂക്കേഷൻ അല്ല, അതായത് സ്കൂളിൽ പോയി ടീച്ചേഴ്സിൽ നിന്നും അക്കാദമിക് ബുക്സിൽ നിന്നൊക്കെ കിട്ടുന്ന നോളജ് അല്ല, നേരെ മറിച്ച് റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ആണ്. ഓക്കെ, തനിക്ക് നേരിട്ട് പല സാഹചര്യങ്ങളിൽ ഒക്കെ ഉണ്ടായ അനുഭവങ്ങൾ തന്നെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെ വിളിക്കുന്നതാണ് സ്കൂൾ ഓഫ് ലൈഫ് എന്ന്. ഓക്കെ, അതാണ് തന്നെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കി മാറ്റിയത് എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഓക്കെ, ഹി കോൾസ് ദിസ് ദ സ്കൂൾ ഓഫ് ലൈഫ്, സേയിങ് ദാറ്റ് while some brilliant people may not need it, for him it was the key to his growth. പിന്നെ പിരാൻഡലോ പറയുന്നുണ്ട്, മറ്റ് റൈറ്റേഴ്സ് ഉണ്ടാകാം, അവർക്ക് ഒരു പക്ഷേ ഈ സ്കൂൾ ഓഫ് ലൈഫ് എന്ന് താൻ പറയുന്ന റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ആയിരിക്കില്ല ഒരു ബെറ്റർ ആക്കി മാറ്റിയത്, പക്ഷെ തന്നെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമാണ്. അടുത്തതായിട്ട് പറയുന്നത്, പിരാൻഡലോ ഡിസ്ക്രൈബ്സ് ഹിംസെൽഫ് ആസ് ആൻ ഈഗർ, ഓൾമോസ്റ്റ് ചൈൽഡ് ലൈക്ക് ലേണർ, ഓപ്പൺ ടു ലൈഫ് ലെസൺസ്. ഓരോ ലൈഫ് സിറ്റുവേഷനെയും അതിൻ്റേതായിട്ടുള്ള ഒരു മഹിമയോട് കൂടിയിട്ടാണ് പിരാൻഡലോ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ ലൈഫ് ലെസൺസും
തന്നെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ അത് ഇനി അങ്ങോട്ടേക്ക് ഏത് രീതിയിലായിരിക്കണം എന്ന് വ്യക്തമായി ചിന്തിക്കാനൊക്കെ പിരാൻഡലോയ്ക്ക് അങ്ങനത്തെ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, പല പല അനുഭവങ്ങളിൽ ജസ്റ്റ് ചൈൽഡ്, ഒരു കുട്ടി എന്ന് പറയുമ്പം കാര്യമായിട്ട് അങ്ങനെ അറിയാത്ത സ്റ്റേജിലുള്ളവർ, അതായത് ഒരുപാട് പഠിക്കേണ്ടവർ എന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ പുതിയ പുതിയ എക്സ്പീരിയൻസസിലേക്ക് പോകുമ്പോഴും പിരാൻഡലോ ആ എക്സ്പീരിയൻസിൽ നിന്നും കിട്ടുന്ന അനുഭവം കിട്ടുമ്പോഴാണ് അതിങ്ങനെയാണല്ലോ ആ രീതിയിലൊക്കെ പിരാൻഡലോൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഇതൊക്കെ പിരാൻഡലോനെ ഷേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന രീതിയിൽ പറയുന്നു. He compares himself to a dedicated pupil who never abandoned the teachings of life, implying that his experiences, both good and bad, were his highest teachers. അപ്പോൾ പിരാൻഡലോനെ തന്നെ കമ്പയർ ചെയ്യുന്നത് ടു എ ഡെഡിക്കേറ്റഡ് പീപ്പിൾ എന്നുള്ള രീതിയിൽ. സാധാരണ സ്കൂളുകളിലൊക്കെ ഡെഡിക്കേറ്റഡ് പീപ്പിൾ എന്ന് പറയുമ്പം അക്കാദമിക് കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ അത്രമാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു കുട്ടി അതായിരിക്കും. അതേപോലെ തന്നെയാണ് താനും. ഓക്കെ, ലൈഫിൽ എന്തൊക്കെ ടീച്ചിങ്സ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ, ഗുഡ് ആയിക്കോട്ടെ ബാഡ് ആയിക്കോട്ടെ, അതിന് അത്രമാത്രം കെയർ ചെയ്ത് അതൊന്നും മറക്കാതെ മുമ്പോട്ടേക്ക് ജീവിക്കുന്ന ഒരു ആളായിട്ടാണ് പിരാൻഡലോ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. His learning process was based on deep attention, sincerity and faith, meaning he absorbed life's lessons without hesitation. Okay. അപ്പോൾ കടന്നു പോകുന്ന ഓരോ എന്ത് കാര്യം ചെയ്യുന്നതായിക്കോട്ടെ ഒരു അത്രമാത്രം സിൻസിയറായി, അതായത് പലതിനെയും അത്രമാത്രം ഫെയ്ത്ത് കീപ്പ് ചെയ്ത് ആ രീതിയിലായിരുന്നു പിരാൻഡലോൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്, മൂവിങ് എന്ന് പറയുന്നത്. വിശ്വസിക്കേണ്ട സാഹചര്യങ്ങളെയൊക്കെ വിശ്വസിച്ച് സിൻസിയർ ആവേണ്ട പ്ലേസസിലൊക്കെ സിൻസിയറായി, അതേപോലെ അറ്റൻഷൻ, അതായത് പലരെയും കെയർ ചെയ്ത്, അതായത് പല ആൾക്കാരെയും കൂടെ കൂട്ടി സാധാരണ ആ രീതിയിൽ തന്നെയാണ് ലൈഫ് മുമ്പോട്ടേക്ക് പോയത്. ഇതൊക്കെ കാരണം എന്തൊക്കെ റിസൾട്ടാണോ പിരാൻഡലോയ്ക്ക് ലഭിച്ചത്, എന്തൊക്കെ എക്സ്പീരിയൻസസ് ആണോ ഇവരിൽ നിന്നൊക്കെ കിട്ടിയത്, അത് പിരാൻഡലോ ലൈഫിൽ മുമ്പോട്ടേക്കുള്ള ജേണിയിൽ പാഠമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ലൈഫ് തനിക്ക് തിരിച്ചു നൽകുന്നത് എന്താണോ അതൊരു മടിയും കൂടാതെ സ്വീകരിച്ച് ഓരോ ദിനവും കടന്നുപോയി എന്നുള്ള രീതിയിലാണ് പിരാൻഡലോ പറയുന്നത്. അതെല്ലാം തന്നെ പിരാൻഡലോനെ ഒരു ബെറ്റർ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ എന്ന രീതിയിൽ മോൾഡ് ചെയ്തുകൊണ്ടേ ഇരുന്നു. He acknowledges that painful experiences, mistakes and wounds have been just as valuable as joyful ones, shaping his understanding of human nature and reality. അടുത്തതായിട്ട് പറയുന്നത് ഒരുപാട് പെയിൻഫുൾ എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു, ഗുഡ് എക്സ്പീരിയൻസസും ഉണ്ടായിരുന്നു, മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു, അതേപോലെ ഫോർച്യൂൺസ് ഉണ്ടായിരുന്നു. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു. എല്ലാം ഈക്വലായിട്ട് താൻ കീപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. ഒരു പെയിൻഫുൾ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഗുഡിൽ എത്തിച്ചിട്ടുണ്ടാകാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എല്ലാത്തിനെയും വാല്യുബിൾ ആയിട്ട് താൻ കാണുന്നു. യഥാർത്ഥ ഒരു ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഡിഫറെൻറ്റ് നേച്ചർ, റിയാലിറ്റി, ഇതിനെയൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഓരോ എക്സ്പീരിയൻസസും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് പിരാൻഡലോ പറയുന്നത്. As Pirandello's artistic talents grew, he felt completely immersed in his creative work. He believed that true artists do not simply imitate life, but experience it fully and then express their thoughts and emotions through their creations. അപ്പോൾ പിന്നീട് പിരാൻഡലോൻ്റെ ആർട്ടിസ്റ്റിക് ടാലൻറ്റ് വളരാൻ തുടങ്ങി. ഒരു റൈറ്റർ എന്ന രീതിയിൽ പിരാൻഡലോ അറിയപ്പെടാനായിട്ട് തുടങ്ങി. ആ സമയത്ത് ഡീപ്ലി ഇമ്മേഴ്സ്ഡ് ആയിരുന്നു. അത്രമാത്രം ഡെഡിക്കേറ്റഡ് റൈറ്റർ ആയിട്ട് പിരാൻഡലോ മാറി. എഴുത്തിനോട് അത്രമാത്രം നീതി പുലർത്തിയിട്ടുണ്ടായിരുന്നു. പിരാൻഡലോ വിശ്വസിച്ചിരുന്നത് ഇങ്ങനെയാണ്: ട്രൂ ആർട്ടിസ്റ്റ്, അതായത് യഥാർത്ഥ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരുമാകാം, റൈറ്റർ ആവാം, പെയിൻറ്റർ ആവാം, ഏതും ആയിക്കോട്ടെ. നമുക്കവിടെ റൈറ്ററിനെ എടുക്കാം. ഒരു ഗുഡ് റൈറ്റർ എന്ന് പറയുമ്പം ശരിക്കും
അയാൾ സിംപ്ലി ഡു നോട്ട് സിംപ്ലി ഇമിറ്റേറ്റ് ലൈഫ് എങ്ങനെയാണോ അതിന് അതേപോലെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കൽ മാത്രമല്ല ചെയ്യുന്നത്, ബട്ട് എക്സ്പീരിയൻസ് ഇറ്റ് ഫുള്ളി. എന്ത് സിറ്റുവേഷൻ ആണോ അവിടെ ഉള്ളത്, ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് റൈറ്റിങ്ങിൽ. ഓക്കെ, ഇപ്പം ഒരു വൂണ്ടഡ് പേഴ്സണെയാണ് അവിടെ എഴുത്തിലൂടെ പറയുന്നതെങ്കിൽ ഒരു വൂണ്ടഡ് പേഴ്സൺ അനുഭവിക്കുന്ന പെയിൻ, അതേപോലെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ഫീലിങ്സ്, അതൊക്കെ യഥാർത്ഥത്തിൽ എങ്ങനെയാണോ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കണം. എന്നാൽ മാത്രമാണ് അവർ കടന്നു പോകുന്ന ആ സാഹചര്യം എന്താണ് എന്ന് അവർക്ക് മനസ്സിലാക്കുകയുള്ളൂ. ലൈഫിലെ എല്ലാ എക്സ്പീരിയൻസസും ഒരാൾക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അത് എഴുതുന്ന സമയത്ത് അവർ ഈ ഒരു റൈറ്ററിൻ്റെ കഴിവാണത്. അവരുടെ ഉള്ളിലൂടെ അത് കടന്നു പോകണം. ആ എക്സ്പീരിയൻസസ് എന്തായിരിക്കും, അതായത് അവർ ഫീൽ ചെയ്യുന്നത് എന്തായിരിക്കും, അത് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് എഴുതുമ്പോഴാണ് അതിലുള്ള ഒരു ക്യാരക്ടർക്ക് യഥാർത്ഥത്തിൽ ആ ഒരു സ്വഭാവം വരികയുള്ളൂ. അതിൻ്റെ എഫക്റ്റ് വായിക്കുന്ന റീഡേഴ്സിന് കിട്ടുകയും ഉള്ളൂ. He explains that he did not create stories or characters simply for the sake of fiction. Instead, he created only what he felt, meaning that his work deeply personal and driven by emotions rather than external influences. അടുത്തതായിട്ട് പിരാൻഡലോ പറയുന്നത് ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ താൻ സ്റ്റോറീസ് ചൂസ് ചെയ്യുന്നതും ക്യാരക്ടേഴ്സിനെയൊക്കെ അതിലേക്ക് അപ്ലൈ ചെയ്യുന്നതും ഒരു ഫിക്ഷന് വേണ്ടിയിട്ടല്ല. അതായത് ഒരു റൈറ്ററാണ്, എനിക്ക് ഇതേപോലത്തെ ക്യാരക്ടേഴ്സ് കൊണ്ടുവന്നേ പറ്റൂ അങ്ങനെ ചിന്തിച്ചിട്ട് അല്ല, തനിക്ക് തോന്നുകയാണ് ഇത് ഒരു ഫിക്ഷനിലേക്ക്, സ്റ്റോറിയിലേക്ക് കൊണ്ടുവന്നാൽ അതൊരുപാട് നല്ലതാണ്. അതായത് നല്ലതാണ്, എനിക്കിത് നന്നായിട്ട് ചെയ്യാൻ പറ്റും, അതേപോലെ ഇത് സൊസൈറ്റിക്ക് യൂസ്ഫുള്ളാണ്, അങ്ങനെ കുറേ ഡീപ്പ് പേഴ്സണലിൽ തോന്നുമ്പോൾ മാത്രമാണ് ഞാനത് സ്റ്റോറിയിലേക്ക് കൊണ്ടുവരാറുള്ളൂ. ഒരു രീതിയിലുള്ള എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് കാരണം ഞാൻ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഒരു വർക്ക് പുറത്ത് വന്നിട്ടില്ല എന്ന രീതിയിൽ പറയുകയാണ്. This idea reflects his belief in the authenticity in art, where an artist must stay true to their emotions and perceptions. അപ്പം ഈ മേലെ പറഞ്ഞ ഈ കാര്യം റിഫ്ലക്റ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിൽ എന്തിലും, അതായത് ആർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് കോമൺ ആണ്. ഇവ റൈറ്റിങ്ങിലായിക്കോട്ടെ, പെയിൻറ്റിങ്ങിലായിക്കോട്ടെ, സ്റ്റേജ് പ്രസൻറ്റേഷനിലായിക്കോട്ടെ, എല്ലാത്തിലും എന്താണ് ഒരു ആർട്ടിസ്റ്റ് കാണിക്കേണ്ട ഒത്തൻറ്റിസിറ്റി, അതിനോട് കാണിക്കേണ്ട ഒരു നീതി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ട്രൂ ഇമോഷൻസ്, അതായത് ആൾക്കാർക്ക് സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള വർക്ക്സ് കൊണ്ടുവരിക. ഓക്കെ, ഗുഡ് പെർസെപ്ഷൻസിലൂടെ അത് പുറത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതൊക്കെയാണ് ഇവിടെ റിഫ്ലക്റ്റ് ആവുന്നത്. അത് നല്ല രീതിയിൽ പിരാൻഡലോയിൽ ഉണ്ടായിരുന്നു. Next, Pirandello expresses immense gratitude, joy and pride that his literary work has been considered worthy for Nobel Prize. പിന്നെ പിരാൻഡലോ ഇവിടെ പറയുന്നുണ്ട് ഒരു ഇമ്മൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ജോയ് തനിക്ക് ഉണ്ട്, അതായത് എല്ലാവരോടും നന്ദി പറയുകയാണ്, അതേപോലെ അത്രത്തോളം അഭിമാനം കൊള്ളുന്നു എൻ്റെ വർക്ക് നൊബേൽ പ്രൈസിന് സ്വീകരിച്ചതിന്. However, he humbly states that he does not believe the award was given for him for his literary fame. Instead, he suggests that the true reason behind his recognition is the sincerity of his work, which is often overlooked in the literary world. പക്ക എനിക്കൊരു ലിറ്റററി ഫെയിം കൊണ്ട് മാത്രമല്ല എനിക്ക് അവാർഡ് കിട്ടിയത്. അതായത് ഇപ്പോൾ ഒരു പോയട്രി, അതിപ്പം ഒരു സോണറ്റ് മൈനർ എക്സാമ്പിളാണ്, അതിന് 14 ലൈൻസ് ഉണ്ട്, അതിന് കറക്റ്റ് പക്ക എല്ലാ റൂൾസും കീപ്പ് ചെയ്തു, അതുകൊണ്ട് ഇതിനൊരു അവാർഡ് ഇരിക്കട്ടെ. അതുപോലെ ഇയാളുടെ ഒരു എല്ലാ വർക്ക്സും നോക്കി അതിൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഈ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്, അതല്ല എന്നാണ് പറയുന്നത്. അതല്ല ശരിയായിട്ടുള്ള റീസൺ. നേരെ മറിച്ച് പിരാൻഡലോ ആസ് എ റൈറ്റർ റൈറ്റിങ്ങിനോട് കാണിച്ച സിൻസിയറിറ്റി എത്രമാത്രമാണ്, റിയാലിറ്റിയോട് കാണിച്ച സിൻസിയറിറ്റി എത്രമാത്രമാണ്, അതിനാണ് തനിക്ക് ഈ അവാർഡ് കിട്ടിയതെന്ന് താൻ വിശ്വസിക്കുന്നു.
By highlighting sincerity, Pirandello implies that he sees his writing as an honest reflection of human nature rather than mere display of artistic skill. അപ്പോൾ ഒരു റൈറ്ററുടെ കഴിവ് എത്രമാത്രം ഉണ്ടെന്ന് തെളിയിച്ചതിനല്ല, നേരെ മറിച്ച് യഥാർത്ഥത്തിൽ ആരാണൊരു ഹ്യൂമൻ, എന്താണ് ഹ്യൂമൻ ബീങ്സിൻ്റെ യഥാർത്ഥ ഇമോഷൻസ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഡിഫറെൻറ്റ് ഫേസസിൽ എങ്ങനെയാണോ അത് അതേപോലെ തൻ്റെ റൈറ്റിങ്ങിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണിച്ചതിനാണ് തനിക്ക് ഈ ഒരു മെറിറ്റ് കിട്ടിയതെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, പിരാൻഡലോ presents himself as the humble learner of life, someone who absorbed both its joys and struggles and transformed them into literature. അപ്പോൾ പിരാൻഡലോനെ കാണുന്നത് എങ്ങനെയാണ്? ഹംബിൾ ലേണർ ഓഫ് ലൈഫ്. ഓക്കെ, വിനീതനായ ഒരു പാവമായ ഒരു മനുഷ്യൻ, അതായത് ലൈഫ് തരുന്ന പാഠങ്ങൾ അതേപോലെ സ്വീകരിക്കുന്ന ഒരാൾ. നല്ല പാഠമായിക്കോട്ടെ ചീത്ത പാഠമായിക്കോട്ടെ എല്ലാം അതുപോലെ അബ്സോർബ് ചെയ്യുന്ന ഒരു ആൾ. ഓക്കെ, ആ എക്സ്പീരിയൻസസ് ഇദ്ദേഹം എന്തിലേക്ക് മാറ്റുകയാണ്? തൻ്റെ റൈറ്റിങ്ങിലേക്ക് പകർത്തുകയാണ്. അതാണ് പിരാൻഡലോ ചെയ്യുന്നത്. He sees true art as an expression of deep emotions and sincerity rather than something crafted for fame or recognition. ചില റൈറ്റിങ്സ് നമുക്കറിയാം, അതായത് അവാർഡിന് വേണ്ടി, അതായത് ഫെയിമിന് വേണ്ടി, അറിയപ്പെടാൻ വേണ്ടിയൊക്കെ എഴുതുന്ന സ്റ്റൈൽ ഓഫ് റൈറ്റിങ്സ് ഉണ്ട്. അത് കണ്ടിട്ടല്ല താൻ എഴുതുന്നത്, തൻ്റെ എഴുത്ത് രീതി അങ്ങനെയല്ല എന്ന രീതിയിലാണ് പിരാൻഡലോ പറയുന്നത്. എങ്ങനെയാണ്? ഞാൻ ആർട്ടിനെ കാണുന്നത് എന്താണ്? ആസ് എ വേ ടു എക്സ്പ്രസ് ഇമോഷൻസ്, ഡീപ്പ് ഇമോഷൻസ് ആൻഡ് സിൻസിയറിറ്റി. ഓക്കെ, അതായത് സിൻസിയറായിട്ട് ഓരോ എന്താണ് ഹ്യൂമൻ നേച്ചർ, അവരുടെ ഇമോഷൻസ് വർക്കിലേക്ക് കൊണ്ടുവരിക. അതായത് ഇമോഷൻസിനെ ഹൈലൈറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇൻ ഓർഡർ ടു സ്പ്രെഡ് എംപതി വിതിൻ ദ ഹ്യൂമൻ മൈൻഡ്. ഇത് വായിക്കുന്ന ആൾക്കാർക്ക് ഇതേപോലെയുള്ള ഗുഡ് വാല്യൂസിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് തൻ്റെ വർക്കിലൂടെയൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അതും അതിൻ്റെ ഒരു സൈഡിൽ ഒരു എയിം എന്നുള്ള രീതിയിൽ താൻ ഉദ്ദേശിക്കുകയാണ്. പിന്നെ പിരാൻഡലോസ് കോൺട്രിബ്യൂഷൻ ടു ദ ലിറ്ററേച്ചർ ജസ്റ്റ് നോക്കുവാണെങ്കിൽ മെയിനായിട്ടും നൊവല്ലയുടെ ഒരു മാസ്റ്ററാണ്. നൊവല്ല അറിയാലോ, അതായത് ഷോർട്ട് സ്റ്റോറിനെക്കാട്ടൊക്കെ വലുതായിരിക്കും, നോവലിനെക്കാട്ടും ചെറുതായിരിക്കും. അതാണ് നൊവല്ല എന്ന് പറയുന്നത്. അപ്പം ഓക്കെ, അത് 365 നൊവല്ലാസാണ് പിരാൻഡലോൻ്റെ ഒരു ഫെയിം കളക്ഷനിൽ വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോന്നിലും അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് എബിലിറ്റി റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റോറീസാണ് ഈ നൊവല്ലാസിനകത്തൊക്കെ ഉള്ളത്. സോ ഇത് ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ജസ്റ്റ് ഒരു ഡിസ്കഷനാണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്. എല്ലാത്തിൻ്റെ സമ്മറി ആയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്, ടെക്സ്റ്റിൻ്റെ ആണെങ്കിലും ആൻസേഴ്സിൻ്റെ ആണെങ്കിലും. Pirandello expresses his gratitude to the Swedish Academy for awarding Nobel Prize in Literature. അപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് ഈ സ്ലൈഡിനകത്ത് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സ്വീഡിഷ് അക്കാദമി അവരോടാണ് ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, അതേപോലെ തൻ്റെ ലിറ്റററി ജേർണീനെ ആസ് എ ഹോൾ സ്വീകരിച്ച റീഡേഴ്സിനോടും ഉള്ള നന്ദി ഇവിടെ പറയുകയാണ്. പിന്നെ ഓദർ ഡിസ്ക്രൈബ്ഡ് ഹിസ് ലേണിംഗ് പ്രോസസ് അൺലൈക്ക് ബ്രില്യൻ മൈൻഡ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഓദർ പിരാൻഡലോൻ്റെ ഒരു ത്രൂ ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് സാധാരണ ബ്രില്യൻ മൈൻഡ്സൊക്കെ ചൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് അതല്ല, വ്യത്യസ്തമാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഡിസ്ക്രൈബ്സ് ഹിസ് ലേണിംഗ് പ്രോസസ് ആസ് സ്ലോ ആൻഡ് ഗ്രാജുവൽ അൺലൈക്ക് ബ്രില്യൻ മൈൻഡ്സ് ഹു ഗ്രാസ്പ് കോൺസെപ്റ്റ്സ് ക്വിക്ക്ലി. ഓക്കെ, അപ്പം ശരിക്കും പിരാൻഡലോൻ്റെ ഉള്ളിലുള്ളത് ഒരു സ്ലോ ആൻഡ് ഗ്രാജുവൽ ലേണിംഗ് പ്രോസസ്സാണ്. അതാണ് ആ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ആണ് തൻ്റെ വർക്ക്സിലൊക്കെ ഒരു കണ്ടിന്യൂസ് റിഫ്ലക്ഷനായിട്ട് വരുന്നത് എന്നാണ് പറയുന്നത്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ പോലെ പെട്ടെന്ന് കോൺസെപ്റ്റുകൾ പിടിച്ചെടുക്കുക, അതായത് പെട്ടെന്ന് മനസ്സിലാക്കുക, അതല്ല ഇവിടെ കാണുന്നത്. ബട്ട് എ സ്ലോ ആൻഡ് ഗ്രാജുവൽ ലേണിംഗ് മൈൻഡ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ഓതറിന് ഉള്ളത് എന്ന രീതിയിലാണ് പറയുന്നത്. അതേപോലെ പിരാൻഡലോ എന്താണ് ചില വാല്യൂസ് ഇൻഡിസ്പെൻസബിൾ എന്ന രീതിയിൽ പിരാൻഡലോ കാണുന്നുണ്ട്.
ഇൻഡിസ്പെൻസിബിൾ എന്ന് പറയുന്നത് ആവശ്യമുള്ളത്, നെസസറി ആയിട്ടുള്ളതാണ്. അത് ഏതൊക്കെയാണ്? ഒന്ന് ട്രൂത്ത്, സത്യസന്ധത, സിൻസിയറിറ്റി, അതേപോലെ ഇൻ്റലക്ച്വൽ ഫ്രീഡം. ഇത് മൂന്നുമാണ്. പിന്നെ സ്കൂൾ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് കൊണ്ട് പിരാൻഡെല്ലോ ഉദ്ദേശിക്കുന്നത് എന്താണ് എ പ്യൂപ്പിൾ ഈസ് വൺ ഹു ലേൺസ് ത്രൂ പേഴ്സണൽ എക്സ്പീരിയൻസസ് റാദർ ദാൻ ഫോർമൽ എഡ്യൂക്കേഷൻ. ഇപ്പോൾ ഒരു കുട്ടി സ്കൂളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ലേണിംഗ്, വിദ്യാഭ്യാസം, എക്സ്പീരിയൻസസ് അതല്ലാതെ ആ കുട്ടി നേരിട്ട് ഒരു സമൂഹത്തിൽ ഇറങ്ങി സ്വന്തമായിട്ട് ആർജിക്കുന്ന എക്സ്പീരിയൻസസ് ഉണ്ടാവും, റിയൽ ലൈഫ് എക്സ്പീരിയൻസസ്. അത് ആ കുട്ടീനെ ഏത് രീതിയിൽ മാറ്റുന്നോ അതാണ് സ്കൂൾ ഓഫ് ലൈഫ്. പിരാൻഡെല്ലോ സജസ്റ്റ് ദാറ്റ് ലൈഫ് ഇറ്റ്സെൽഫ് ഇസ് എ greatest teacher shaping individuals through challenges and real world encounters. ഓക്കെ, ഒരു ഗുഡ് ടീച്ചറാണ് ജീവിതം എന്ന് പറയുന്നത്. അത് ഒരു ഇൻഡിവിജ്വലിനെ നല്ല രീതിയിൽ മോൾഡ് ചെയ്യാൻ കെൽപ്പുള്ള ഒരു ടീച്ചർ തന്നെയാണ്. ഓക്കെ, ലൈഫിൽ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, ചലഞ്ചസിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഒരാളെ വളരെയധികം പക്വതയുള്ള, അറിവുള്ള ഒരു രീതിയിൽ ആളാക്കി മാറ്റും എന്ന രീതിയിൽ പിരാൻഡെല്ലോ ഉറപ്പ് തരികയാണ്. So he suggests that through real world experiences rather than structured academic education. അപ്പോൾ ശരിക്കും പിരാൻഡെല്ലോ നമ്മളോട് സജസ്റ്റ് ചെയ്യുന്നത് വേൾഡിലേക്ക് ഇറങ്ങുക, വേൾഡ് എക്സ്പീരിയൻസസ് ഒക്കെ ആർജിക്കുക, അത് നമ്മളെ ബെറ്റർ ആക്കി മാറ്റും ദാൻ വാട്ട് സാധാരണ ഫോർമൽ സ്ട്രക്ചേർഡ് എഡ്യൂക്കേഷനെക്കാട്ടും നമ്മളെ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ബെറ്റർ ആക്കി മാറ്റും എന്ന രീതിയിൽ പറയുകയാണ്. He suggests that life's unpredictable nature teaches lessons more profound than textbooks ever could. അപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും ലൈഫ് തരുന്ന പാഠങ്ങൾ അൺപ്രഡിക്റ്റബിൾ ആണ്. എന്താണ് എന്ന് നമുക്ക് പ്രവചിക്കാനായിട്ട് നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റില്ല. ഓക്കെ, റാദർ ദാൻ അതർ ടെക്സ്റ്റ്. നമുക്ക് ഒരു ബുക്ക് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് നമുക്കറിയാം. പക്ഷേ ലൈഫ് എന്ന് പറയുന്ന ഒരു ബുക്കിൽ ഓരോ പാഠങ്ങൾ ഏതാണ് എന്ന് നമ്മൾക്ക് അറിയില്ല. ഇറ്റ് ഇൻവോൾവ്സ് പേഴ്സണൽ ഗ്രോത്ത്. പക്ഷേ ആ പാഠങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് നല്ല രീതിയിൽ ആക്കാനുള്ള പാഠങ്ങളുണ്ട്. യഥാർത്ഥ ഹ്യൂമൻ ഇമോഷൻസിനെ മനസ്സിലാക്കാനുള്ള പാഠങ്ങളുണ്ട്. അതേപോലെ നാവിഗേറ്റിംഗ് സൊസൈറ്റൽ നോംസ്, നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുവട്ടം അല്ലാതെ വാട്ട് ഈസ് ദ റിയൽ സൊസൈറ്റി, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ റിയൽ സൊസൈറ്റി. നമ്മൾ മാത്രമല്ല, നമ്മളുടെ നെയ്ബറിങ് ആയിക്കോട്ടെ, ആസ് എ ഹോൾ വേൾഡ് ആസ് എ ഹോൾ എന്തായിക്കോട്ടെ, നമ്മൾ എവിടെയൊക്കെ മിങ്കിൾ ചെയ്യുന്നു അവരിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ എടുക്കാനുണ്ട്. നമ്മളുടെ ഓൺ ഇൻഡിവിജ്വാലിറ്റീനെ ഷേപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ന്യൂ ലെസൺസ് ആയിരിക്കും അത് എന്ന് പിരാൻഡെല്ലോ ഇവിടെ പറയുകയാണ്. സോ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഈ ഒരു സ്പീച്ചിൻ്റെ ഒരു സമ്മറി ആയിട്ടാണ് ഞാനിവിടെ ഈ ഒരു വീഡിയോയിൽ സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് യൂസ്ഫുൾ ടു യു. താങ്ക് യു.